ഹായ് എവ്രി വൺ. C308 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 2-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കാൽക്കുലേറ്റ് ദ SSD ഓൺ എ ലെവൽ റോഡ് ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 50 km/h. അത് കഴിഞ്ഞ് രണ്ട് കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, 2-way ട്രാഫിക് ഓൺ എ 2-lane റോഡ്. സെക്കൻഡ് വൺ, 2-way ട്രാഫിക് ഓൺ എ സിംഗിൾ ലൈൻ റോഡ്. അസ്യൂം നെസസറി കോഎഫിഷ്യൻസ് ആസ് പെർ IRC. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റ നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് ഡിസൈൻ സ്പീഡ് ഓഫ് 50 km/h എന്നാണ്. അപ്പോൾ V എഴുതാം. V = 50 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 13.89 m/s എന്ന് കിട്ടും. വേറെ നമുക്ക് ഡേറ്റ ഒന്നും തന്നിട്ടില്ല, രണ്ട് കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അസ്യൂം ചെയ്യണം. IRCയുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അസ്യൂം ചെയ്യാം. ഫ്രിക്ഷൻ്റെ വാല്യൂ 0.35 തൊട്ട് 0.4 വരെയാണ് IRC റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രോബ്ലംസിലൊക്കെ സാധാരണ 0.35 എടുത്താൽ മതിയാവും. അതുപോലെ ടോട്ടൽ റിയാക്ഷൻ ടൈം T 2.5 സെക്കൻഡ്സ് എന്നും നമുക്കെടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ കേസിലേക്ക് പോവാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 2-way ട്രാഫിക് ഓൺ എ 2-lane റോഡ്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സേഫ് SSD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടെ ക്വസ്റ്റ്യനിൽ എഴുതാൻ വിട്ടുപോയതാണ്. ഇവിടെ സേഫ് എന്നുകൂടിയുണ്ട്. അപ്പോൾ സേഫ് SSD കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമ്മളതിന് 3 കണ്ടീഷൻ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം SSD കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനെ സേഫ് SSDയിലേക്ക് പോവാം. അപ്പോൾ SSDയുടെ ഇക്വേഷൻ VT + V²/2GF ആണ് നമ്മൾ എടുക്കുന്നത്. വേറെ ഗ്രേഡിയൻറ്റ് ക്യാപിറ്റൽ N അല്ലെങ്കിൽ ഈറ്റ, ബ്രേക്സിൻ്റെ എഫിഷ്യൻസി, അങ്ങനെ ഒരു കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ബേസിക് ഇക്വേഷൻ VT + V²/2GF എന്ന് ഇക്വേഷൻ എടുത്തു. അപ്പോൾ അതിൽ നമുക്ക് V അറിയാം 13.89, T അറിയാം 2.5, Vൻ്റെ സ്ക്വയർ എടുക്കാം 2 × 9.81 × Fൻ്റെ വാല്യൂ 0.35 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് SSD 62.82 മീറ്റർ എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ സേഫ് SSD ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ 2-way ട്രാഫിക് ഓൺ എ 2-lane റോഡാണ്. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 2-way ട്രാഫിക് ഓൺ എ 2-lane റോഡിൽ സേഫ് SSDയുടെ വാല്യൂ SSD തന്നെയാണ്. അതുപോലെ 2-way ട്രാഫിക് ഓൺ സിംഗിൾ ലൈൻ ആണെങ്കിൽ 2 × SSD ആണ്. സിംഗിൾ ലൈൻ 1-way ആണെങ്കിൽ സേഫ് SSD എന്ന് പറയുന്നത് SSD തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ 2-way ട്രാഫിക് ഓൺ 2-lane റോഡാണ്. അപ്പോൾ സേഫ് SSD എന്ന് പറയുന്നത് SSD തന്നെയാണ്. സേഫ് SSD = SSD, അതായത് 62.82 മീറ്റർ. ഇനി സെക്കൻഡ് കണ്ടീഷൻ 2-way ട്രാഫിക് ഓൺ സിംഗിൾ ലൈൻ റോഡാണ്. അതിന് സേഫ് SSD എന്ന് പറയുന്നത് 2 × SSD ആണ്. അതായത് 2 × 62.82 ചെയ്യണം, 125.64 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ കണ്ടീഷൻ തരുമ്പോൾ സേഫ് SSD കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ തരുമ്പോൾ 2-way ട്രാഫിക് ഓൺ എ സിംഗിൾ ലൈൻ റോഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിലാണ് 2 × SSD എടുക്കേണ്ടത്. ബാക്കി രണ്ട് കണ്ടീഷനിലും SSD തന്നെയാണ് സേഫ് SSD ആയിട്ടും വരുന്നത്. അപ്പോൾ SSDയുടെ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഫാക്ടേഴ്സ്, ടൈപ്സ്, അതുപോലെ ഇക്വേഷൻ, രണ്ട് പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് നോക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് SSD, അതായത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സൈറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞപ്പോൾ അതിൻ്റെ 5 ടൈപ്പ് പറഞ്ഞതിൽ രണ്ടാമത്തതാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ആദ്യത്തത് സ്റ്റോപ്പിംഗ് സൈറ്റ് ആയിരുന്നു, രണ്ടാമത്തത് ഓവർടേക്കിംഗ്, മൂന്നാമത്തത് ഇൻ്റർമീഡിയറ്റ്, ഫോർത്ത് വൺ ഹെഡ്ലൈറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിൽ സെക്കൻഡ് വൺ ആണ് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്.
It is the minimum distance required for overtaking another vehicle safely and comfortably without interfering the speed of an incoming vehicle traveling at design speed. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്സ്ട്രക്ഷനെ കണ്ടിട്ട് ഒബ്സ്ട്രക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ട ഡിസ്റ്റൻസാണ്. മറ്റൊരു വാഹനത്തിനെ അനദർ വെഹിക്കിളിനെ സേഫായിട്ടും കംഫർട്ടബിളായിട്ടും ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിത്തൗട്ട് ഇൻ്റർഫിയറിങ് ദ സ്പീഡ് ഓഫ് ആൻ ഓൺകമ്മിങ് വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് ഡിസൈൻ സ്പീഡ്. അപ്പോൾ നമുക്ക് ഓൺകമ്മിങ് ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വെഹിക്കിളിൻ്റെ സ്പീഡിനെ ഇൻ്റർഫിയർ ചെയ്യാതെ സേഫായിട്ടും കംഫർട്ടബിളായിട്ടും ഒരു വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ട ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ഫിഗറാണ് കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് കാണാം രണ്ട് വെഹിക്കിൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. വെഹിക്കിൾ എയും ഈ കാണുന്നത് വെഹിക്കിൾ എ, അതുപോലെ വെഹിക്കിൾ ബി, രണ്ട് വെഹിക്കിൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്ന വെഹിക്കിൾ ബി എന്ന് പറയുന്ന ഈ വെഹിക്കിളിന് ഓവർടേക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന വെഹിക്കിൾ ഇവിടെ നിന്ന് വരുവാണ്. ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിൽ എ എന്ന് പറയുന്ന വെഹിക്കിൾ എത്തി. അതിനുശേഷം എ എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ബി എന്ന് പറയുന്ന വെഹിക്കിൾ ഈ പോയിന്റിലുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന വെഹിക്കിളിനെ നമ്മൾ ഇതുവഴി ഇങ്ങനെ ഓവർടേക്ക് ചെയ്തു. എ എന്ന് പറയുന്ന വെഹിക്കിൾ ഫ്രണ്ടിലെത്തി. അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ D1 എന്ന് കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗം റിയാക്ഷൻ ടൈമാണ്. അതായത് എ എന്ന് പറയുന്ന വെഹിക്കിൾ ക്യാപിറ്റൽ A1 തൊട്ട് ക്യാപിറ്റൽ A2 വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ആ ടൈമിനെയാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എ എന്ന് പറയുന്ന വെഹിക്കിൾ ബീനെ ഓവർടേക്ക് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ്, ഓവർടേക്ക് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെ ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് എന്നും ആ ഓവർടേക്ക് ചെയ്യാൻ വേണ്ട ടൈമിനെ നമ്മൾ ഓവർടേക്കിംഗ് ടൈം എന്നും പറയും. അതിനെ നമ്മൾ D2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി D3 എന്ന് പറയുന്നതും ഓവർടേക്കിംഗ് ടൈമാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1 + D2 + D3 ആയിരിക്കും. ഇനി വെഹിക്കിളിന് ഓവർടേക്ക് ചെയ്യും മുൻപ് ആ രണ്ട് വെഹിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ S1 എന്നും ഓവർടേക്ക് ചെയ്തതിന് ശേഷം രണ്ട് വെഹിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ S2 എന്നും ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ലോ മൂവിങ് ആയിട്ടുള്ള വെഹിക്കിളിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ രണ്ട് വെഹിക്കിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ എയും അതുപോലെ വെഹിക്കിൾ ബിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ വെഹിക്കിൾ ബി ആണ് സ്ലോ മൂവിങ് ആയിട്ടുള്ള വെഹിക്കിൾ. അപ്പോൾ വെഹിക്കിൾ എ ഇവിടെ നിൽക്കുവാണ് ആദ്യം. അവിടെ നിന്ന് അത് ഇതുവരെ ട്രാവൽ ചെയ്തു. ആ ഡിസ്റ്റൻസിനെ നമ്മൾ D1 എന്നെടുത്തു. അതായത് റിയാക്ഷൻ ടൈമാണത്. അതിനുശേഷം നമ്മൾ വെഹിക്കിൾ ബിയെ കണ്ടു. അപ്പോൾ അത് സ്ലോ മൂവിങ് ആണ്. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യണം എന്ന് വെഹിക്കിൾ എക്ക് മനസ്സിലായി. അപ്പോൾ അത് ഇതുവഴി ഓവർടേക്ക് ചെയ്ത് ബിയുടെ ഫ്രണ്ടിലെത്തി. അത്രയും ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ D2 എന്ന് ഡിനോട്ട് ചെയ്തു. അതാണ് ഓവർടേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി ഈ സെക്ഷൻ C2 തൊട്ട് C3 വരെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം ട്രാവൽ ചെയ്യുന്ന ഇത്രയും ഡിസ്റ്റൻസിനെ നമ്മൾ D3 എന്ന് കൺസിഡർ ചെയ്തു. അതിൽ OSD എന്ന് പറയുന്നത് അപ്പോൾ T1 + D2 + D3 ആയിരിക്കും. ഇനി നമ്മൾ S1 S2 പറഞ്ഞത് ഓവർടേക്ക് ചെയ്യുന്നതിന് മുൻപ് A ഇനിഷ്യലി ഇവിടെ ആയിരുന്നു, B ഇവിടെയാണ്. ഇത് തമ്മിലുള്ള ദൂരത്തിനെ നമ്മൾ S1 എന്നും ഓവർടേക്ക് ചെയ്ത ശേഷം A ഫ്രണ്ടിലെത്തി അത് തമ്മിലുള്ള ദൂരത്തിനെ S2 എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുമെന്ന് പറയും. OSD = D1 + D2 + D3. ഇനി ഓരോന്നിനും സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ഇക്വേഷൻസും കാണാതെ അറിഞ്ഞിരിക്കണം.
അപ്പോൾ OSDയുടെ ഇക്വേഷൻ D1 പ്ലസ് D2 പ്ലസ് D3. ഇതിൽ D1ൻ്റെ ഇക്വേഷൻ VB ഇൻറ്റു T ആണ്. D2ൻ്റെ ഇക്വേഷൻ S1 പ്ലസ് B പ്ലസ് S2 ആണ്. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം S1 പ്ലസ് B പ്ലസ് S2 ചെയ്യുമ്പോൾ നമുക്ക് D2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും. ഇനി അടുത്ത് D3 എന്ന് പറയുന്നത് V ഇൻറ്റു T ആണ്. ഇനി S1 പ്ലസ് B പ്ലസ് S2 എന്ന ഇക്വേഷനിൽ തന്നെ S1 ഈക്വൽ ടു S2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് D2 2S പ്ലസ് VB ഇൻറ്റു T എന്ന് എഴുതാം. ഇനി അതിൽ VB എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്പീഡ് ഓഫ് വെഹിക്കിളാണ്. അതായത് നമ്മുടെ വെഹിക്കിൾ A, ഫിഗറിലാണെങ്കിൽ വെഹിക്കിൾ A. ഇനി V എന്ന് പറയുന്നത് ഡിസൈൻ സ്പീഡ് ഓഫ് റോഡാണ്. T എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് ടൈമാണ്. ഇനി VB ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ VB കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് V മൈനസ് 16. ആ ഇക്വേഷൻ കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് VB കിട്ടുന്നത്. ഇനി ക്യാപിറ്റൽ Tയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2S ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ A. സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് ആക്സിലറേഷൻ 0.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട S എന്ന് പറയുന്നത് S ഈക്വൽ ടു 0.7 VB പ്ലസ് സ്മോൾ ലെറ്റർ L. L എന്ന് പറയുന്നത് റിജിഡ് വീൽ ബേസ്. അതിനെ നമ്മൾ 6.1 മീറ്ററാണ് സാധാരണയായിട്ട് എടുക്കാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്ര ഇക്വേഷൻസും അതിൽ ഓരോ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ബേസിക്കലി. അപ്പം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1 പ്ലസ് D2 പ്ലസ് D3 ആണ്. D1 എന്ന് പറയുന്നത് VB ഇൻറ്റു T, D2 എന്ന് പറയുന്നത് 2S പ്ലസ് VB ഇൻറ്റു T, D3 എന്ന് പറയുന്നത് V ഇൻറ്റു ക്യാപിറ്റൽ T. ഈ Tയുടെ കാര്യവും ശ്രദ്ധിക്കണം. സ്മോൾ ലെറ്റർ T എന്ന് പറയുമ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈമാണ്. ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് ടൈമാണ്. ഇനി VB തന്നിട്ടില്ലെങ്കിൽ V മൈനസ് 16, അത് കിലോമീറ്റർ പെർ അവറിൽ. ക്യാപിറ്റൽ T കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2S ഡിവൈഡഡ് ബൈ A. A എന്ന് പറയുന്നത് ആക്സിലറേഷൻ, S എന്ന് പറയുന്നത് 0.7 VB പ്ലസ് L, L എന്ന് പറയുന്നത് 6.1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ കണ്ട വെഹിക്കിളിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, ഫിഗറിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കൺസിഡർ എ 2-lane straight road with 3 vehicles ABC. Let the speed of the fast moving vehicle A be VA and that of the slow moving vehicle B be VB. Let the third vehicle coming from the opposite direction C at a speed of VC meter per second. Then D1 is equal to the distance travelled by overtaking vehicle A during the reaction time T of the driver from A1 to A2. D2 be the distance travelled by vehicle A from A2 to A3 during the actual overtaking operations in time capital T. D3 equal to the distance travelled by oncoming vehicle C from C1 to C2. Assume VA equal to VC equal to V, design speed in meter per second. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൽ പുതിയതായിട്ട് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന ടൈമാണ് ക്യാപിറ്റൽ T. ഇവിടെയുള്ള റിയാക്ഷൻ ടൈം സ്മോൾ t, ഇവിടെയും സ്മോൾ t, പക്ഷേ നടുക്ക് അതായത് ഓവർടേക്കിംഗ് നടക്കുന്ന സമയത്ത് എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ക്യാപിറ്റൽ T, അതായത് ഓവർടേക്കിംഗ് ടൈമാണ് എടുക്കേണ്ടത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. D1, D2, D3 എന്താണെന്ന് പറയുന്നതാണ്. ഇനി നമ്മൾ സേഫ് SSDക്ക് 3 കേസ് പറഞ്ഞ പോലെ സേഫ് OSDക്കും 3 കേസുകൾ പറയുന്നുണ്ട്. കേസ് 1 2-lane 1-way ആണ്. അപ്പോൾ ഒരു 2-lane റോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2-lane റോഡിൽ തന്നെ 1-way ട്രാഫിക് ആണെങ്കിൽ OSD D1 പ്ലസ് D2 ആയിരിക്കും. 2-lane റോഡിൽ 2-way ട്രാഫിക് ആണെങ്കിൽ OSD D1 പ്ലസ് D2 പ്ലസ് D3 ആയിരിക്കും. ഇനി 4-lane റോഡാണെങ്കിൽ OSD D1 പ്ലസ് D2 ആയിരിക്കും. ഇതാണ് സേഫ് OSDയുടെ കണ്ടീഷൻസ്. OSD അല്ല, സേഫ് OSD ആണ് ഈ OSD എന്നിവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അത് സേഫായിട്ടൊരു വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ട ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അതൊരു ഇല്ലസ്ട്രേഷൻ വെച്ച് നമ്മൾ 3 വെഹിക്കിളിൻ്റെ കേസ് വെച്ച് പറഞ്ഞു. വെഹിക്കിൾ എ, വെഹിക്കിൾ ബി, വെഹിക്കിൾ സി. അതിൽ ബി ആണ് സ്ലോ മൂവിങ് വെഹിക്കിൾ എന്ന് പറഞ്ഞു. എക്ക് ബിയെ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ എയുടെ ഇനിഷ്യൽ തൊട്ട് ഓവർടേക്കിങ്ങിന് മുമ്പ് വരെയുള്ള ഡിസ്റ്റൻസിന് D1 എന്നും എ ഓവർടേക്ക് ചെയ്ത് പുതിയ ബിയുടെ ഫ്രണ്ടിൽ എത്തുന്ന വരെയുള്ള ഡിസ്റ്റൻസിനെ D2 എന്നും, ഇനി സി അത് ഓൺ കമ്മിങ് വെഹിക്കിളാണ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ D3 എന്നും എടുത്തു. അപ്പോൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് D1 + D2 + D3 ആണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുന്ന ടൈം സ്മോൾ ടി റിയാക്ഷൻ ടൈം, ഇവിടുത്തെ ടൈമും സ്മോൾ ടി റിയാക്ഷൻ ടൈം, ഇവിടുത്തെ ടൈം ക്യാപിറ്റൽ ടി ആണ് ഓവർടേക്കിംഗ് ടൈം എന്ന് പറഞ്ഞു. ഇവിടുത്തെ ടൈമും ക്യാപിറ്റൽ ടി ആണ് ഓവർടേക്കിംഗ് ടൈം. പിന്നെ നമ്മൾ പറഞ്ഞത് എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്, ഓവർടേക്ക് ചെയ്യുന്നതിന് മുൻപുള്ള ഡിസ്റ്റൻസ് S1 എന്നും ഓവർടേക്ക് ചെയ്തതിന് ശേഷം തമ്മിലുള്ള ഡിസ്റ്റൻസ് S2 എന്നും എടുത്തു. പിന്നെ നമ്മൾ ഒരു 7-8 ഇക്വേഷൻസ് പറഞ്ഞു. ആ ഇക്വേഷൻസ് എല്ലാം കാണാതെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആ ഇല്ലുസ്ട്രേഷനെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. പിന്നെ സേഫ് OSDയുടെ 3 കണ്ടീഷൻ, 2 ലൈൻ, 2 വേ, 2 ലൈൻ 1 വേ, പിന്നെ 4 ലൈൻ, ഇങ്ങനെ 3 കണ്ടീഷൻ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.